ഇപ്പൊ സിയോങ്ങിയെ വിഷമിച്ച് മഴ നനഞ്ഞോണ്ടിരിക്കുന്നുണ്ട്. ഗിന്നു ആണ് അവളെ വിളിച്ചോണ്ട് വീട്ടിലേക്ക് ചെല്ലും. അപ്പരാണ് അവൻ അങ്ങോട്ട് പോയതിനു ശേഷം അവിടെയുള്ള ഫോട്ടോസ് എടുത്ത് നോക്കുമ്പോൾ ഇവനും ഇവന്റെ അമ്മൂമ്മയും കൂടെ എടുത്ത ഫോട്ടോയ്ക്കകത്ത് പ്രേതത്തിന് ഒഴിപ്പിക്കാനുള്ള മന്ത്രം എഴുതി വെച്ചേക്കുന്ന ഇവള് കാണുന്നത്. അതുകൊണ്ട് അവളാണ് ഷോക്കായിട്ട് ഇതാരാ മനുഷ്യന്റെ തേർക്ക് എഴുതിയെന്ന് പറഞ്ഞ് അവനോട് ചോദിക്കുമ്പം അവന് ഇതൊക്കെ എന്തിനാ ഇവളിപ്പോ എടുത്ത് നോക്കുന്നതെന്ന് ചോദിക്കും. അപ്പരാണ് ഇനിയിപ്പോ ഈ മന്ത്രം ഇവൻ മായ്ക്കാൻ നോക്കിയാലും അതിനെ കൊണ്ട് ഒരു പ്രയോജനമില്ല. കാരണം ഇത് എഴുതിയതിനുള്ള അർത്ഥം ഇവന്റെ മരിച്ചുപോയ അമ്മൂമ്മ നരകത്തിൽ പോകാൻ വേണ്ടിയാ. കൂടാതെ ഇത് കാരണം ഇപ്പൊ ഇവൻ ആഗ്രഹിക്കുന്ന ഒരു സംഭവം നടക്കത്തില്ല. അങ്ങനെ ഇത്രയും ക്രൂരമായിട്ട് സംഭവങ്ങളൊക്കെ ആര് ചെയ്തെന്ന് ഇവളും ചോദിക്കുമ്പം ഇത് കേട്ട് അവൻ അപ്സെറ്റായി. ചുമ്മാ അല്ല ഞാൻ ഇതുവരെ ആഗ്രഹിച്ച സംഭവം നടക്കാത്ത. ഞാൻ എൻ്റെ അമ്മൂമ്മയായിട്ടൊരു നോർമലായിട്ടുള്ള ജീവിതം ഇത്രയും കാലം ആഗ്രഹിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ അത് ഇതുവരെ സംഭവിച്ചില്ല. എന്നാൽ പിന്നെ എനിക്ക് നേരെ മന്ത്രം യൂസ് ചെയ്ത വ്യക്തിക്ക് അവരുടെ ആഗ്രഹം സഹായിച്ചാണ് എന്നിന് ഇവനും പറയുമ്പം ഇത് കേട്ട് എങ്കിൽ പിന്നെ ഇതൊക്കെ ആരാ ചെയ്യുന്ന നിനക്കറിയാവോ? അവർ വിചാരിച്ച ഈ മന്ത്രം പിൻവലിക്കാൻ പറ്റും. അതിനുശേഷം നിന്റെ അമ്മൂമ്മയ്ക്ക് സ്വർഗത്തിൽ പോകാം എന്നിന് ഇവൾ പറയുമ്പോഴാണ് അവനും ചിലപ്പോൾ നീ ചോദിച്ചാൽ നടക്കുമായിരിക്കും. കാരണം നിങ്ങൾ രണ്ട് ഫ്രണ്ട്സ് അല്ലേ? നീ എന്നൊരു ശ്യാമന്റെ കൂടെ ഡാൻസ് കളിച്ചില്ലേ? അവരാ ഈ കാര്യം ചെയ്ത. നിനക്ക് ഈ സത്യമൊക്കെ അറിയായിരിക്കും. പക്ഷെ ഇപ്പൊ ഒന്നും അറിയാത്ത പോലെ എന്നോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്തുകൊണ്ടാ? നീയൊക്കെ ഞാൻ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന കണ്ട് കളിയാക്കി ചിരിക്കുവാണോ മനസ്സിൽ? അല്ലെ ഞാൻ വേറെ കളിപ്പാട്ടാണ് നിങ്ങൾക്കൊക്കെ? പ്ലീസ് ഈ ഒരു തവണ മാത്രം നിങ്ങൾക്ക് എന്നോട് ഒരു ക്ഷമ തന്നോടെ. എനിക്ക് എൻ്റെ അമ്മൂമ്മ ഒത്തിരി ഇഷ്ടമാണ്. അവരെ നിങ്ങളൊക്കെ നരകത്തിൽ പറഞ്ഞേക്കില്ലേ? എന്നിന് അവളുടെ കൂട്ടാളിയാന്ന് വിചാരിച്ചിട്ട് ഇവൻ ഇവളോട് മാപ്പ് ചോദിക്കും. അപ്പരാണ് ഇത് കണ്ട് അവളാണ് മൊത്തത്തിൽ കരഞ്ഞിട്ട് ഇവൻ വിചാരിക്കുന്ന പോലെ അവളായിട്ട് അത്രയ്ക്ക് ബന്ധമൊന്നുമില്ലെന്ന് പറഞ്ഞ് അന്ന് ഇവൻ കണ്ട ദിവസം അവൾ ആദ്യമായിട്ട് കണ്ടെന്നറിയും. അങ്ങനെ അതുകൊണ്ട് മറ്റുള്ളവരെ കളിപ്പാട്ടായിട്ട് നോക്കുന്ന ഒരു വ്യക്തിയല്ല ഇവളെന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് പോകും. അതിനുശേഷം അടുത്ത ദിവസം ജീഹോവും അവരുടെ ഗ്രൂപ്പ് ലീഡറിന്റെ കൂടെ പുറത്തിരുന്ന് അസൈൻമെന്റ് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ ഇവനിങ്ങനെ അടുത്തേക്ക് വന്നിരിക്കുന്നുണ്ട്. അവള് മൊത്തത്തിൽ ഷൈ ആയിക്കൊണ്ടിരിക്കുക. കാരണം ഇവൾക്ക് ഇവനോട് ഒരു ക്രഷ് ഉണ്ട്. പക്ഷെ അതൊന്നും മനസ്സിലാക്കാതെ അവനാണ് ഇവളോട് കുറെ ക്ലോസ് ആയിട്ട് സംസാരിച്ചതിന് ശേഷം പുറത്ത് ഗിന്നു വന്നുണ്ട് ഞാൻ പെട്ടെന്ന് അവനും തൊട്ടിട്ട് വരാന്ന് പറഞ്ഞിട്ട് ഇവനോടി പുറത്തേക്ക് ചെല്ലും. ഇത് കേട്ട് ഇവളാണ് ഷോക്കാവും. ഗിന്നുവിന് എന്തിന് ഇവൻ തൊടാൻ പോകുന്നതെന്ന്. അതേസമയം ജീഹോ അവനെ ഫോളോ ചെയ്ത് ബസ്സിനകത്ത് കയറുമ്പോഴാണ് ഗിന്നു എവിടേക്ക് പോകാന്ന് അറിഞ്ഞിട്ട് ഇവന് പുറകെ തന്നെ ഫോളോ ചെയ്തു പോകും. കാരണം ഒരുപക്ഷെ അന്ന് ഇവനെ ഫോൺ വിളിച്ച് സന്തോഷമായിട്ടിരിക്കലെന്ന് പറഞ്ഞ വ്യക്തിയായിരിക്കും ഇവൻ കാണാൻ പോകുന്നതെന്നാ ജീഹോ വിചാരിക്കുന്നത്. അങ്ങനെ അതുകൊണ്ട് അവനും പുറകെ ചെന്ന് നോക്കുമ്പോഴാണ് അവനിപ്പോ കാണാൻ പോയേക്കുന്നത് അവന്റെ അച്ഛനെ. പക്ഷെ സത്യത്തിൽ അവന്റെ അച്ഛനെ കാണാൻ വേണ്ടിയല്ല വന്നേക്കുന്നത്. മറ്റേ ശ്യാമനെ കണ്ട് മറ്റേ അമ്മുമ്മയുടെ നേർക്ക് എഴുതിയേക്കുന്ന മന്ത്രം മാറ്റിത്തരുമെന്ന് ചോദിക്കാൻ വേണ്ടിയാ. കാരണം അത് കാരണം അമ്മുമ്മ നരകത്തിലേക്ക് പോകുന്ന സിയോങ് ഇവനോട് പറഞ്ഞ്. അങ്ങനെ അതുകൊണ്ട് ശ്യാമനോട് സംസാരിക്കണം അവന്റെ അച്ഛനോട് ചോദിക്കുമ്പം അയാൾ ഇവനെ കണ്ട് പേടിച്ച് മാറി തന്നെ നിൽക്കും. കാരണം ഇവൻ അടുത്ത് വന്നാൽ തന്നെ അയാൾക്ക് എന്തെങ്കിലും പറ്റുമെന്ന് പറഞ്ഞ് പേടിച്ചിരിക്കും. അപ്പോഴാണ് അവനും ഞാൻ നിങ്ങളുടെ വീട്ടിൽ കയറൊന്നും തൊടത്തില്ല, ആ ശ്യാമനെ കണ്ട് സംസാരിച്ചിട്ട് പോയിക്കോളാന്ന് പറഞ്ഞ് അവനും പെർമിഷൻ ചോദിച്ച് അകത്തേക്ക് കയറി ചെല്ലും. അപ്പോഴാണ് ആ ശ്യാമൻ ഇവനെ കണ്ടിട്ട് നിന്റെ അമ്മൂമ്മ ഞാൻ നരകത്തിൽ നിന്ന് രക്ഷിക്കണം. അവനും ഞാൻ ആദ്യമായിട്ട് എപ്പോഴും ചെയ്യുന്ന കാര്യം നിനക്ക് അറിയത്തില്ലേ, നിന്റെ അടുത്തിരുന്ന് ഈ ഫാമിലി രക്ഷിക്കുന്നത്. എന്നിന് അവള് മന്ത്രം ഇവനെ നേർക്ക് യൂസ് ചെയ്യാൻ വരുമ്പം അത് ആ സമയം വർക്ക് ചെയ്യത്തില്ല. കാരണം അവൾക്ക് മനസ്സിലായി ജീഹോയുടെ ദേഹത്തൊക്കെ മന്ത്രം എഴുതിയേക്കുന്നുണ്ട്, അവന്റെ റോബോട്ടും ഈ പവറിനെ തടഞ്ഞുകൊണ്ടിരിക്കുക. അതുകൊണ്ട് അത് മനസ്സിലാക്കുന്ന അവളും ആദ്യം ആ പവർ ഇല്ലാതാക്കണം എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഇവന്റെ കൂടെ വീട്ടിലേക്ക് ചെന്ന് അവന്റെ അമ്മൂമ്മയ്ക്ക് നേർക്ക് എഴുതിയ മന്ത്രം ഇപ്പൊ മാറ്റിത്തരാന്ന് പറയും. അതുകൊണ്ട് അവൻ അത് വിശ്വസിച്ച് ഇവളുടെ കൂടെ വീട്ടിലേക്ക് പോകും. അപ്പോഴാണ് ഇത് പറയുന്ന കാണുന്ന ജീഹോയാണ് ഇവരിങ്ങനെ കാറിപ്പോയാൽ ഞാൻ എങ്ങനെയാ വരുന്നതെന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്ന് ഓടിയൊക്കെ ശ്രമിച്ചു നോക്കും. പക്ഷെ അവനെ കൊണ്ട് പറ്റത്തില്ല. ഇതേ സമയം ഇവിടെ സിയോങ്ങിയും ഗിന്നുന്റെ അമ്മൂമ്മയുടെ അസ്ഥികൂടം ചെന്ന് നോക്കുമ്പോഴാണ് മറ്റേ ശ്യാമൻ അവളും അതിനകത്തും കുറെ മന്ത്രം ചെയ്ത് വെച്ചേക്കും. അങ്ങനെ അതുകൊണ്ട് അത് മനസ്സിലാക്കുന്ന അവള് വീട്ടിൽ വന്നിട്ട് മറ്റേ ശ്യാമൻസിന്റെ കൂടെ ചേർന്ന് ആ ശാപം ഇല്ലാതാക്കും. അപ്പോഴാണ് അവൾ ഫോൺ എടുത്ത് നോക്കുമ്പോൾ ഇവൾക്ക് ജീഹോ കുറെ മിസ് കോൾ ചെയ്തേക്കും. അതേസമയം ഇവിടെ അവന് മറ്റേ ശ്യാമനെ വിളിച്ചാണ് അവന് വീട്ടിലേക്ക് വരുമ്പോഴാണ് അവര് വീട്ടിനകത്ത് കയറിയാല് ഇവന്റെ അമ്മൂമ്മയ്ക്ക് നേർക്കിട്ട ശാപം മാറ്റാൻ പറ്റത്തില്ലെന്ന് അറിയും. അങ്ങനെ അതുകൊണ്ട് അവനത് വിശ്വസിച്ച് ഇവളെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി സമ്മതിക്കും. അപ്പോഴാണ് അവൾ ആദ്യം ചെന്ന് ഈ ഗിന്നുവിന് നേർക്ക് എന്താ മന്ത്രം ഒന്ന് വർക്ക് ചെയ്തതെന്ന് അറിഞ്ഞ് ആ റോബോട്ട് ഇപ്പൊ അവിടെ നനയിച്ചുകൊണ്ടിരിക്കും. അപ്പോഴാണ് അവന്റെ റൂമിൽ അത് കണ്ടോടനെ അത് നശിപ്പിക്കാൻ വേണ്ടി അവൾ എടുത്തോണ്ട് പുറത്തേക്ക് ചെല്ലും. ഇതേ സമയം അവിടെ കൂടി എത്തുന്ന സിയോങ്ങാണ് ഈ സാധനമൊക്കെ എന്തിനാ നീ എടുക്കുന്നതെന്ന് അറിഞ്ഞ് ഗിന്നിന്റെ അടുത്ത് നിന്ന് മാറിപ്പോകാൻ വേണ്ടി പറയും. അതിനുശേഷം ഗിന്നിന് പുറത്തേക്ക് നിൽക്കാൻ പറഞ്ഞ് ഇവൾക്ക് മറ്റവളായിട്ട് കുറച്ച് സംസാരിക്കണം എന്ന് പറയുമ്പോൾ അവളാണ് ഗിന്നെന്തിനാ പുറത്തേക്ക് വന്ന് അവൻ കേൾക്കാത്ത എന്തെങ്കിലും കാര്യം നിനക്ക് എന്നോട് പറയാനുണ്ടോ? എന്നിന് അവനും കൂടെ ഫോഴ്സ് ചെയ്ത് അവിടെ നിർത്തിപ്പിക്കും. അതുകൊണ്ട് സിയോങ്ങിയും എങ്കിൽ പിന്നെ ഗിന്നെ ഇവിടെ നിൽക്കട്ട് എന്നിന് അവളും അവളുടെ ശ്യാമന്റെ പവർ ഇവൾക്ക് മാത്രം കാണുന്ന രീതി കാണിക്കും. അങ്ങനെ അതുകൊണ്ട് അവൾ കണ്ട് പേടിച്ചു പോയിട്ട് നല്ല പേടി തോന്നി, ഇനിയിപ്പോ നമുക്ക് ഒറ്റയ്ക്ക് സംസാരിക്കാം എന്നിന് അവളെയും വിളിച്ചോണ്ട് പുറത്തേക്ക് സംസാരിക്കും. ഇതേ സമയം ഇവിടെ സിയോങ്ങിന്റെ അമ്മയും മറ്റേ ശ്യാമനും ഗിന്നിന്റെ അമ്മമ്മയ്ക്ക് നേർക്ക് യൂസ് ചെയ്തേക്കുന്ന ശാപം മാറ്റാൻ വേണ്ടി ഇവരൊരു മന്ത്രം പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോഴാണ് പെട്ടെന്ന്
പെട്ടെന്ന് സിയോങ്ങിന്റെ അമ്മയും അവരുടെ ചോര എടുത്ത് അവർ വേറൊരു ശാപം ഉണ്ടാക്കും. ഇത് കണ്ട് മറ്റേ ശാമനാണ് ഷോക്കായിട്ട് ഇതിപ്പോ ആർക്ക് നേർക്ക് ഈ ശാപം ഉണ്ടാക്കുന്നവരും ചോദിക്കുമ്പോൾ അമ്മയും പറയും ഇതുവരെ മറ്റുള്ളവർക്ക് നേർക്കിയ മറ്റേ യംവ അവളുടെ പവറൊക്കെ യൂസ് ചെയ്ത് അതുകൊണ്ട് അവൾക്ക് ഒരു പ്രാവശ്യം ശാപം കിട്ടിയാലേ അവൾക്ക് മറ്റുള്ളവരുടെ അവസ്ഥ മനസ്സിലാകത്തുള്ളൂ എന്ന് പറഞ്ഞ് ഇപ്പൊ നേരെ അവൾക്ക് നേരെ ഒരു ശാപം യൂസ് ചെയ്യും. പക്ഷെ ഇത് കാരണം ഇവർക്കും ഡേഞ്ചർ ഉണ്ട്. അതെല്ലാം അറിഞ്ഞിട്ടാണ് അവരിപ്പോ ചെയ്തത്. അങ്ങനെ ഈ സംഭവം നടക്കുന്ന അതേ സമയം ഇവിടെ സിയോങ്ങിയും അവന്റെ അമ്മൂമ്മയുടെ ശാപമൊക്കെ മാറ്റിത്തരാന്ന് പറഞ്ഞിട്ട് കയ്യൊരു സാധനം ഇല്ലാതെയാണ് ഇവിടേക്ക് വന്നതെന്ന് പറഞ്ഞ് അവൾ സത്യമെല്ലാം മനസ്സിലാക്കി കൊടുക്കും. അപ്പോഴാണ് ഇവർ സംസാരിക്കുന്നിട്ട് ഗിന്നു പെട്ടെന്ന് പുറത്തേക്ക് വന്നിട്ട് അപ്പൊ ഇവള് പറഞ്ഞ പോലെ എന്റെ അമ്മൂമ്മയുടെ ശാപം മാറ്റാൻ വേണ്ടിയല്ലേ നിങ്ങൾ എന്റെ വീട്ടിലേക്ക് വന്നേന്ന് അവനും ചോദിക്കും. അപ്പോഴാണ് ഇത് കേട്ട് അവളും ചിരിച്ചോണ്ട് നിന്റെ അമ്മൂമ്മയുടെ ശാപം മാറ്റിയിട്ട് ഞാൻ എന്ത് ചെയ്യാനാ എന്നിന് അവളും പുച്ഛിച്ച് സംസാരിക്കുമ്പം ഇത് മനസ്സിലാക്കുന്ന ഗിന്നും അവൻ വിഷമത്തോടെ അവന്റെ ഇരിക്കുന്ന അമ്മൂമ്മയുടെ ഫോട്ടോ കത്തിച്ചു കളയും. കാരണം സിയോങ് ഇവനോട് പറഞ്ഞിട്ടുണ്ട് ഈ ശാപം പോക്കണമെങ്കിൽ ഇവന്റെ ഉള്ള ഫോട്ടോസ് കത്തിക്കണമെന്ന്. പക്ഷെ ആകെ അമ്മൂമ്മയായിട്ടുള്ള ഫോട്ടോസ് അവന്റെ ഇതൊക്കെ ഉള്ളു. എന്നാൽ ഈ ശാപം പോകാൻ വേണ്ടി അവനത് മൊത്തത്തിൽ കത്തിച്ചു കളയും. അങ്ങനെ അത് കണ്ട് മറ്റേ ശാമനും ചിരിച്ചിട്ട് അവൾക്ക് നല്ല ദേഷ്യം ഉണ്ടെങ്കിലും അതെല്ലാം മനസ്സിൽ വെച്ചോണ്ട് ഈ കൊച്ചു ശാമനെ കൊണ്ട് നിന്നെ സഹായിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് അവള് പുച്ഛിച്ചിട്ട് അവിടെ നിന്ന് പോകും. അങ്ങനെ അതിനുശേഷം സിയോങ്ങെ ഫോളോ ചെയ്ത് അവളുടെ പുറയിലേക്ക് ചെല്ലുമ്പോഴാണ് കറക്റ്റ് അതേ സമയം തന്നെ ഇവളുടെ അമ്മ യൂസ് ചെയ്ത ശാപം അവൾക്ക് നേരെ വന്ന് വീഴും. അങ്ങനെ അതോടെ അവളുടെ ചെവിയിൽ നിന്നൊക്കെ ചോര വന്ന് അവൾ വേദനിച്ചിരിക്കുമ്പം ഇത് കാണുന്ന സിയോങ്ങയും നീ മറ്റുള്ളവർക്ക് ശാപം കൊടുത്ത അവസാനം നിനക്ക് തന്നെ വരും എന്ന് പറഞ്ഞിട്ട് അവൾ ദേഷ്യത്തിൽ പറഞ്ഞ് അവിടെ നിന്ന് പോകും. എന്നിട്ട് അവളും ഗിന്നുന്റെ വീട്ടിലേക്ക് ചെല്ലുമ്പം കറക്റ്റ് അതേ സമയം ജീഹോ ഫോം വിളിച്ച് മറ്റേ ശാമനെ കണ്ട കാര്യങ്ങളൊക്കെ പറയുമ്പം ഇവൾ ആ പ്രശ്നമൊക്കെ ഇപ്പൊ സോൾവ് ആയി. പക്ഷെ ഇനി 2 ദിവസം കൂടെ ഇവൻ എങ്ങനെയൊക്കെ ഇവൾ ക്ലാപ്പ് അടിക്കുമ്പോൾ ഗിന്നുവിന് എങ്ങനെയൊക്കെ ഓടിച്ചെന്ന് ഹഗ് ചെയ്യാനൊക്കെ പറയും. കാരണം ഇനിയിപ്പോ 2 ദിവസം വീണ്ടും പ്രേതങ്ങളൊക്കെ ഇവന്റെ പുറകെ തന്നെ വരുമായിരിക്കും. അതുകൊണ്ട് ജീഹോയെ കൊണ്ട് ഇപ്പോ അവനെ ടച്ച് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അങ്ങനെ അതും പറഞ്ഞ് ഇവര് ഫോൺ കട്ട് ചെയ്യാൻ നോക്കുമ്പോൾ ജീഹോയും ഞാൻ എന്തോ ഒരു കാര്യം മാത്രം മറന്നുപോയെന്ന് പറഞ്ഞ് അവൻ ആലോചിച്ചോണ്ടിരിക്കും. കാരണം അവളെ അസൈൻമെന്റ് ചെയ്യാമെന്ന് അവളെ മൊത്തത്തിൽ മറന്നുപോയി. അതുകൊണ്ട് അവളിപ്പം നല്ല ദേഷ്യത്തില. ഇതേ സമയം ഇവളും ഗിന്നുവിനെ കാണാൻ വന്നിട്ട് ഇനി 2 ദിവസം മാത്രം ഇവളോട് ഒരു ഫ്രണ്ടായിട്ട് സംസാരിക്കാൻ പറഞ്ഞ് അതിനുശേഷം ഇവൾ എത്ര വേണേലും വെറുത്തോളം പറഞ്ഞിട്ട് പോയി കാണും. അങ്ങനെ അവൾ സങ്കടത്തിൽ പറഞ്ഞേക്ക് ആലോചിച്ചിട്ട് ഇവിടെ ഗിന്നു വീട്ടിലിരുന്നോണ്ട് അവൾ അങ്ങനെയൊക്കെ സങ്കടപ്പെടാനുള്ള കാരണം ഞാൻ അവളെ അത്രയൊക്കെ വെറുക്കുന്ന ആലോചിച്ചിട്ടല്ലേ. പക്ഷെ അവൾ എന്നെ സഹായിക്കാനും നോക്കിയിട്ടുള്ളു. ഇത് മനസ്സിലാക്കാതെ ഞാനാ തെറ്റിയത് എന്നിന് ഇവനും അവളോടുള്ള ദേഷ്യമെല്ലാം കുറയും. കാരണം ഇവനിപ്പോ സത്യം മനസ്സിലായി എല്ലാ ഷാമനെ പോലെ ഒന്നല്ല അവളെന്ന്. അങ്ങനെ അതുകൊണ്ട് തന്നെ അവൾ തന്ന ലിപ്സ്റ്റിക്കിന്റെ പവർ വീണ്ടും വർക്ക് ചെയ്യാൻ വേണ്ടി തുടങ്ങും. അതായത് ഇനി അവൾക്ക് തൊട്ടാലും അവളുടെ ദേഹത്തിരിക്കുന്ന ആ മന്ത്രം യൂസ് ആകും. ഇതേ സമയം അവളുടെ അമ്മയുടെ ശാപം കിട്ടിയ യംവയാണ് നേരെ കാണാൻ വരുന്ന മറ്റേ ഹോണ്ടഡ് ആയിട്ടുള്ള വീട്ടിലേക്ക്. കാരണം അവള് ദയവായിട്ട് വിചാരിച്ചേക്കുന്ന ഈ പ്രയത്തിന്. അങ്ങനെ അതുകൊണ്ട് അവളും ഇപ്പൊ ഈ വീട് മൊത്തത്തിൽ ഇങ്ങനെ അടച്ചിട്ടേക്കുന്നുണ്ട്. ഇനി ഒരൊറ്റ ആളെ തന്ന നിങ്ങൾക്ക് പവർ കിട്ടൂലേ എന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ മന്ത്രം പറഞ്ഞു വെച്ചേക്കുന്ന ഒരു മനുഷ്യനെ പോലെയുള്ള പാവ കണ്ടിട്ട് അതിന്റെ തല വെട്ടിക്കളഞ്ഞ് ഇവളുടെ ചോര അതിനകത്ത് തേച്ചു കൊടുത്ത് അവിടെ ഒട്ടിച്ചു വയ്ക്കും. അങ്ങനെ ഒരു മനുഷ്യന് വരും നിങ്ങൾക്ക് ഇതിന്റെ ശക്തി യൂസ് ചെയ്തോടെന്ന് പറഞ്ഞിട്ട് എങ്ങനെയൊക്കെ ആ വീട്ടിൽ നിന്നുള്ള പ്രയത്തിനെ ഇവൾ കൺട്രോൾ ചെയ്യാൻ വേണ്ടി നോക്കും. അങ്ങനെ ആ പ്രയത്തിനെ ഹെൽപ്പ് ചെയ്ത് ഇവളുടെ ഷാമൻ പവർ വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണ് നോക്കുന്നത്. പക്ഷെ ഇതൊക്കെ ചെയ്താലും അവസാനം അവൾ സ്വർഗത്തിലല്ല നരകത്തിലേ പോകത്തുള്ളൂ. കാരണം പ്രയത്തിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഇപ്പൊ അടുത്ത ദിവസം ഇവിടെ സ്കൂളിൽ വെച്ച് ഗിന്നിന്റെ അടുത്ത് ഇവളും പ്രയത്തിനെ കാണുമ്പോഴാണ് ഇവള് ക്ലാപ്പ് അടിച്ച് ജീഹു അവനെ ടച്ച് ചെയ്യാൻ വേണ്ടി പറയും. അങ്ങനെ അതുകൊണ്ട് അത് മനസ്സിലാക്കുന്ന അവനും അവൾ പറയുന്ന ഓരോ സമയത്തും ഇവനെ ചെന്ന് ഹഗ് ചെയ്യും, കയ്യിലേക്ക് കയറി ടച്ച് ചെയ്തോണ്ടിരിക്കും. പക്ഷെ ഗിന്നുവിനാണ് അവസാനം ഇത് മൊത്തത്തിൽ വെറുത്തു പോകത്തേയുള്ളൂ. കാരണം ആവശ്യമില്ലാതെ ഇവൻ എപ്പം നോക്കിയാലും അവൻ ഹഗ് ചെയ്തോണ്ടിരിക്കും. അങ്ങനെ ഒരു സമയത്ത് ഇവളും കുറെ മുഖമില്ലാത്ത കുറെ പ്രേതത്തിനെ കാണുമ്പോൾ പെട്ടെന്ന് ക്ലാപ്പ് ചെയ്ത് അവനെ ഹഗ് ചെയ്യാൻ വേണ്ടി പറയും. അതേസമയം ഈ മുഖമില്ലാത്ത പ്രേതത്തിനെ കണ്ട് അവളും അത് ഷോക്കായി പോകും. കാരണം അത് കൂട്ടത്തിൽ വന്ന് നിൽക്കുമ്പോൾ അത് ഭയങ്കര ഡേഞ്ചറാ. അങ്ങനെ അതുകൊണ്ട് അവൾ പെട്ടെന്ന് വീട്ടിലേക്ക് ചെന്നിട്ട് ഇവളില്ലാത്ത സമയമൊക്കെ ഗിന്നന്റെ കൂടെ തന്നെ നിൽക്കാൻ വേണ്ടി പറയും. അങ്ങനെ അതിന് ചാൻസ് ഇടുന്ന പോലെ തന്നെ ഇവരുടെ ഗ്രൂപ്പ് ലീഡറും നിങ്ങൾ 2 അസൈൻമെന്റ് ചെയ്യാത്തോണ്ട് രാത്രി വരെ ഇവിടെ ചെയ്തിട്ട് പോയാൽ മതി എന്ന് അവളും പറഞ്ഞിട്ട് പോകും. അപ്പനാണ് ഇത് കണ്ട് ജീഹോയും ഇത് തന്നെ ഒരു നല്ല ഐഡിയ എന്ന് പറഞ്ഞിട്ട് അവനും പെട്ടെന്ന് തന്നെ സമ്മതിക്കും. അങ്ങനെ ആ സന്തോഷത്തിൽ ആ ഗ്രൂപ്പ് ലീഡറിനെ ഹഗ് ചെയ്തിട്ട് പോകുമ്പോഴാണ് അവളോട് മൊത്തത്തിൽ ബ്ലഷ് ആയിരിക്കും. അപ്പനാണ് ഇത് കണ്ട് അടുത്തിരിക്കുന്നവളും നിന്റെ ഫേസ് ഒക്കെ എന്തോ ചുമന്നിരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് അവൾ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകും. അതിനുശേഷം വീട്ടിലേക്ക് വരുന്ന സിയോങ്ങയാണ് അവളുടെ അമ്മയും മറ്റേ ഷാമനെ വിളിച്ചുകൊണ്ട് പോയിട്ട് ആ ഹോണ്ടഡ് ആയിട്ടുള്ള പ്ലേസിലേക്ക് ചെല്ലും. കാരണം മറ്റേ തലയില്ലാത്ത ആ സാധനത്തിന് തല എങ്ങനെയല്ലേ കണ്ടെത്തണം എന്ന് പറഞ്ഞ് ഇവർ ആ വീടിന്റെ പുറത്തേക്ക് അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പം കറക്റ്റ് അതേസമയം അവിടെ മുഖമില്ലാത്ത കുറെ പ്രേതങ്ങൾ വരും. കാരണം മന്ത്രം ചെയ്ത് അതിന്റെ തലയെടുത്തോണ്ടാണ് ഇപ്പൊ ഈ പ്രേതമൊക്കെ വന്നേക്കുന്നത്. അതിനെ ഇവരെല്ലാവരും കൂടെ ഫൈറ്റ് ചെയ്ത് ആ പ്രേതത്തിനെ അങ്ങ് കൊല്ലും. എന്നിട്ട് അവസാനം ആ തല എങ്ങനെയല്ലേ കണ്ടെത്താൻ വേണ്ടി ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കും. അതേസമയം അസൈൻമെന്റ് ചെയ്യാൻ വേണ്ടി ജീഹോ ആണ് ഗിന്നന്റെ കൂടെ തന്നെ വീട്ടിലേക്ക് ചെല്ലും. അങ്ങനെ കിട്ടുന്ന ചാൻസ് എല്ലാം യൂസ് ചെയ്ത് അവനെ ഹഗ് ചെയ്യുമ്പോഴാണ് ഇവർ തമ്മിൽ റൊമാൻസ് ചെയ്യുന്നതിലായിരിക്കും ഗിന്നിന് തോന്നുന്നത്. അതുകൊണ്ട് അവനും കുറച്ച് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാൻ വേണ്ടി ഇവന്റെ അടുത്ത് നിന്ന് മാറി തന്നെ നിന്നോണ്ടിരിക്കും. അങ്ങനെ അവസാനം വീട്ടിൽ വെച്ച് ഇവർ സംസാരിക്കാൻ നോക്കിയാലും അപ്പോഴും ജീഹോ അവനെ ടച്ച് ചെയ്തിട്ട് എന്തോ സംഭവം ചോദിക്കും. അതുകൊണ്ട് അവനൊന്നും സംസാരിക്കത്തില്ല. അതേസമയം തന്നെ ഇവിടെ സിയോങ്ങി അവർ 2 പേരും കൂടെ ആ കളഞ്ഞുപോയ തല കണ്ടെത്തി വീണ്ടും ആ വീടിന് അടച്ചിടും.
അതുകൊണ്ട് ഇനി ആ പ്രേതങ്ങളൊന്നും പുറത്തേക്ക് വരത്തില്ല. അങ്ങനെ ഇവിടെ പ്രശ്നം സോൾവ് ആയാലും ഇവിടെ റൂമിൽ കിടന്നുറങ്ങുന്ന ഗിന്നുവിനെ കണ്ട് ജീഹോ അടുത്തേക്ക് വന്ന് ഇവന്റെ കൈ കയറി ടച്ച് ചെയ്യും. കാരണം അവളിങ്ങനെ പറഞ്ഞുകൊണ്ട്. എന്നിട്ട് അവനും ഇനി ഒരു ദിവസം കൂടെ നിന്നെ സുരക്ഷയായിട്ട് നോക്കിയാൽ മതി എന്ന് പറഞ്ഞ് ഉറക്കത്തിൽ കിടക്കുന്ന ഗിന്നുവിനോട് സംസാരിക്കുമ്പോൾ പെട്ടെന്ന് ഗിന്നുവാനെ കണ്ണുറന്നിട്ട് ഇവനെ കണ്ട് അടിച്ചോട്ടിക്കും. അതിനുശേഷം ജീഹോം പുറത്തുനിന്ന് സോറി പറഞ്ഞിട്ട് അവനും പുറത്തേക്ക് ചെന്നിരിക്കും. അപ്പോഴാണ് ഇതെല്ലാം കാണുന്ന ഗിന്നുവിന് മനസ്സിലായി ഇതെല്ലാം സിയോങ്ങ പറഞ്ഞിട്ടായിരിക്കും ഇവൻ ഇങ്ങനെ ചെയ്യുന്നതെന്ന്. അതുകൊണ്ട് അവനും ഓർത്ത് നോക്കും. ഇവനും മറ്റേ ഷാമനെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ടിരുന്ന സമയത്ത് അവളോട് ചോദിച്ചാണ് ഇവൾക്ക് സിയോങ്ങയും തമ്മിൽ പരിചയം ഉണ്ടെന്ന്. അപ്പോഴാണ് അവള് സിയോങ്ങ ആദ്യമായിട്ടാ അന്ന് ഡാൻസ് കളിക്കുമ്പോൾ കണ്ട്. പക്ഷെ ഇതിനു മുമ്പ് അവള് കേട്ടിട്ടുണ്ടെന്ന് അറിഞ്ഞ് അവൾ മുമ്പ് ജോലി ചെയ്ത ഒരു സ്ഥലത്തിന്റെ പേര് പറയും. അങ്ങനെ അതുകൊണ്ട് അവനിപ്പോ യൂട്യൂബിൽ ആ സ്ഥലത്തിന്റെ പേര് അടിച്ചു കൊടുക്കുമ്പോഴാണ് കൊച്ചുകാലത്തിലുള്ള സിയോങ്ങയുടെ ഒരു വീഡിയോ ഇപ്പൊ കാണും. അങ്ങനെ അതിനകത്ത് ഇവളുടെ യഥാർത്ഥ അച്ഛനമ്മയും ഇവൾക്ക് ഷാമന്റെ പവർ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് ഒരു ഷാമന്റെ അടുത്ത് നിയപ്പിച്ച് അവര് കുറെ പൈസ ഉണ്ടായിക്കൊണ്ടിരിക്കും. അങ്ങനെ അത്യാവശ്യം പൈസ എല്ലാം കിട്ടിയ ഉടനെ ആ ഷാമനോട് നിയപ്പിച്ചിട്ട് ഇവർ നൈസിന് അവിടെ നിന്ന് പോകും. അതിനുശേഷം ആ ഷാമനും ഇവളെ കഷ്ടപ്പെടാത്ത ഒരു സെക്കൻഡ് പോലും ഇല്ലായിരുന്നു. കാരണം ഇവള് മന്ത്രം തെറ്റിപ്പിച്ച ഇവളെ പ്രേതങ്ങളെല്ലാം കാണുന്ന രീതിയിൽ റൂമിലേക്ക് അടച്ചിട്ട് ഭയങ്കര ക്രൂരത കാണിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ അതുകൊണ്ട് അവൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി അവൾ ഒറ്റയ്ക്കിരുന്ന് കരഞ്ഞോണ്ടിരിക്കുമ്പോഴാണ് ആ സമയത്തായിരിക്കും ഇവളിപ്പോ വളർത്തുന്ന അമ്മ ഇവളെ കണ്ട് വീട്ടിലേക്ക് വിളിച്ചോണ്ടോന്ന്. അങ്ങനെ ആ സംഭവങ്ങളൊക്കെ കാണിച്ചതിന് ശേഷം ഇവിടെ ഗിന്നും പുറത്തേക്ക് വന്നിട്ട് ജീഹോനോട് സംസാരിക്കും. പിന്നെ ഞാനറിയാതെ സിയോങ്ങയോട് അവളെ വിഷമിപ്പിക്കുന്ന രീതിയിൽ കുറെ സംസാരിച്ചെന്ന് തോന്നുന്നു. കാരണം എനിക്കിപ്പോ മനസ്സിലായി അവള് നീയും കൂടെ എന്റെ സുരക്ഷയ്ക്ക് വേണ്ടി ഇതൊക്കെ ചെയ്യുന്നതെന്ന്. അവള് പറഞ്ഞിട്ടില്ല നീ എന്നെ ഇങ്ങനെ ടച്ചൊക്കെ ചെയ്യുന്നത്. ഏതിന് ഇവനും പറയുമ്പം ജീഹോ ഇപ്പോഴെങ്കിലും നിനക്ക് സത്യം മനസ്സിലായെന്ന് അറിഞ്ഞ് ഇനി ഒരു ദിവസം ഇവനെ സുരക്ഷയായിട്ട് നോക്കിക്കോണെന്ന് പറയും. അതിനുശേഷം അവളെ കരയപ്പിച്ചിനെ നിന്നെ അടിച്ച് പൊട്ടിക്കൂടാന്ന് പറഞ്ഞിട്ട് ഇവൻ അവനെ ഹഗ് ചെയ്യും. പക്ഷെ ഗിന്നുനെ മനസ്സിലാകത്തില്ല ഈ ഒരു ദിവസം കൊണ്ട് എന്തോ സംഭവിക്കാൻ പോകുന്നതെന്ന്. കാരണം ഈ ദിവസത്തിനുള്ളിൽ മരിക്കുമെന്ന് ആ സത്യം ഇവനോട് പറയാതിരിക്കാൻ അവർ തീരുമാനിച്ച്. എന്നിട്ട് ഇപ്പൊ അടുത്തത് സ്കൂളിലേക്ക് വരുന്ന സിയോങ്ങയാണ് വരുന്ന വഴി മറ്റേ റൗഡി പയ്യനിലെ ഒരുത്തനും അവന്റെ അച്ഛൻ്റെ അടുത്ത് നിന്ന് അടി വാങ്ങിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ഇത് കണ്ട് ഇവളാണ് ആ പട്ടിക്കുട്ടി അവിടെ നിന്ന് ശബ്ദം ഉണ്ടാക്കുന്നുണ്ട്. ഇതെന്തൊരു കഷ്ടം എന്ന് പറഞ്ഞ് അവള് നോക്കിക്കൊണ്ടിരിക്കും. അപ്പോഴാണ് അവിടേക്ക് വരുന്ന ഗിന്നുനെ കണ്ട ഉടനെ ഞാൻ ഏത് പട്ടിയോട് സംസാരിച്ചില്ലെന്ന് പറഞ്ഞിട്ട് അവൾ പേടിച്ച് അവിടെ നിന്ന് പോകും. അപ്പോഴാണ് ഇത് കണ്ട് അവനെ ക്ഷമിക്കുന്നത്. അങ്ങനെ അതിനുശേഷം ക്ലാസ്സിൽ വെച്ചും മറ്റേ അച്ഛൻ്റെ അടുത്ത് നിന്ന് അടി വാങ്ങിച്ചവനാണ് അവിടെ കാണത്തില്ല. കാരണം അവനും ഇവന്റെ അച്ഛൻ ജയിലിലായതുകൊണ്ട് സമാനത്തിരുന്ന്. പക്ഷെ ഇപ്പൊ പുറത്തേക്ക് വന്ന ഉടനെ അവന്റെ അമ്മയെ ഫോൺ വിളിച്ച് നിങ്ങൾ എവിടെയൊക്കെ ചെന്ന് ഒളിഞ്ഞോന്ന് പറഞ്ഞ് അവര് സുരക്ഷയായിട്ടിരിക്കാൻ വേണ്ടി പറയും. അപ്പോഴാണ് ഇവന്റെ ഫ്രണ്ടിലേക്ക് ഇവന്റെ അച്ഛനും വന്നിട്ട് നീ എവിടെ പോയാലും നിന്റെ ഫ്രണ്ടിൽ വന്ന് തിനപ്പെടും. കാരണം ഞാനല്ലടാ നിന്റെ അച്ഛൻ എന്നിനെ അവൻ അടിച്ച് ഉപദ്രവിക്കാൻ വേണ്ടി വീണ്ടും അവനിട്ട് ഓടിക്കും. അങ്ങനെ അതുകൊണ്ട് അവനാണ് പേടിച്ചു പോയി ഇങ്ങേരുന്ന് എവിടെ പോയി രക്ഷപ്പെടാന്നറിയാതെ ആ ഹോണ്ടഡ് ആയിട്ടുള്ള വീട്ടിലേക്ക് കയറി പോകും. അതേസമയം ആ മന്ത്രമൊക്കെ ഇവൻ നശിപ്പിച്ചിട്ടായിരിക്കും അകത്തേക്ക് കയറി ചെല്ലുന്നത്. അങ്ങനെ ഇവൻ കയറി വന്ന ഉടനെ തന്നെ ആ ഡോറ് ലോക്കായി പോകും. അപ്പോഴാണ് അവിടേക്ക് വന്നവന്റെ അച്ഛനും നീ വീട്ടിനകത്താണ് അവിടെ ഉള്ളതെന്ന് പറഞ്ഞിട്ട് അയാൾ അവിടെ നിന്ന് കുറെ ശബ്ദം ഉണ്ടാക്കും. പക്ഷെ ഇവനാണ് ഒരു ശബ്ദം കൊടുക്കാതെ അവിടെ തന്നെ പതുങ്ങിയിരിക്കും. അതിനുശേഷം ഇയാളും പുറത്തുനിന്നൊക്കെ നോക്കിയിട്ട് നീ എന്റെ കൈ കിട്ടിയാ പിന്നെ തീർന്നു പറഞ്ഞ് അയാൾ അവിടെ നിന്ന് പോകും. അങ്ങനെ അതിനുശേഷം ഇവൻ ഇവിടെ നിന്ന് പോകാൻ നോക്കുമ്പോഴാണ് ഇവന്റെ കയ്യിൽ മോതിരം കിട്ടുന്നുണ്ട്. അവനത് എടുത്തു നോക്കും. അതിനുശേഷം അടുത്ത സെക്കൻഡ് ആ 100ാമത്തെ ആളായിട്ട് പ്രേതം ഇവന്റെ ആത്മാവിനെ അങ്ങനെ അങ്ങ് വലിച്ചെടുക്കും. അങ്ങനെ അതോടെ അവന്റെ കണ്ണു മൊത്തം ചുമന്നുപോയി അവന് പിന്നെ അനങ്ങാൻ സാധിക്കത്തില്ല. ഇതേ സമയം ഈ കാര്യം അറിയുന്ന അവന്റെ പട്ടിയും സിയോങ്ങയെ ക്ലാസ്സിൽ വന്ന് അവളെ സഹായത്തിന് വിളിക്കുമ്പോൾ ഇത് മനസ്സിലാക്കുന്ന അവളും അവനെന്താ ഭക്ഷണം ഉണ്ടെന്ന് മനസ്സിലാക്കി സാറിനോട് അവനിപ്പോ വിളിച്ചോണ്ടാരെന്ന് പറഞ്ഞിട്ട് നേരെ അവിടെ നിന്ന് ഓടിപ്പോകും. അതിനുശേഷം ആ പട്ടിയെ ഫോളോ ചെയ്ത് പോകുമ്പോഴാണ് മറ്റേ പ്രേതമുള്ള വീട്ടിനകത്ത് കയറുന്നുണ്ട്. ഇവൾ ഇതിൽ കയറുന്ന സീനാന്ന് പറഞ്ഞ് അവൾ കയറേണ്ടെന്ന് തീരുമാനിച്ചിരിക്കും. കാരണം ഇവളുടെ അമ്മ തന്നെ കയറിയിട്ട് ഇത് ഡേഞ്ചറാന്ന് പറഞ്ഞിട്ടുള്ള. അതുകൊണ്ട് ഇവളും കയറണ വേണ്ടെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ പട്ടി എങ്ങനെയൊക്കെ രക്ഷിക്കുന്ന പറഞ്ഞ് ഇവളോട് ശബ്ദം ഉണ്ടായിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് അവളുടെ അമ്മയ്ക്ക് മെസ്സേജ് അയച്ച് ഇവളിപ്പോ വീട്ടിൽ കയറുമെന്ന് പറഞ്ഞിട്ട് ആ ഡോർ ഓപ്പൺ ചെയ്ത് അകത്തേക്ക് കയറി ചെല്ലും. അതേസമയം ഈ കാര്യം അറിയുന്ന അവളുടെ അമ്മയാണ് ഇത് കേട്ട് ഷോക്കാവും. അങ്ങനെ അവൾ അകത്തേക്ക് കയറി ചെന്ന് അവനെ രക്ഷിക്കാൻ നോക്കുമ്പോഴാണ് അവനാണ് മരിക്കാനുള്ള സിറ്റുവേഷനിൽ ഇരിക്കുക. അങ്ങനെ ഇവൾ എങ്ങനെയൊക്കെ അവനെ വിളിച്ചോണ്ടോ നോക്കുമ്പോൾ പെട്ടെന്ന് അവിടെ ആരാണ്ട് ഡോർ ഓപ്പൺ ചെയ്ത് അകത്തേക്ക് കയറി വരും. അങ്ങനെ അതിനുശേഷം കുറച്ച് സമയം കഴിഞ്ഞ് അകത്തേക്ക് കയറി വന്നത് ആരാന്ന് കാണിക്കും. അത് ഗിന്നു ആയിരിക്കും. അതിനുശേഷം ഇവന്റെ ദേഹത്ത് ആ പ്രേതം കയറിയിട്ട് ഓ ഹലോ ഷാമൻ ഒരു പ്രേതത്തിനെ കണ്ട ഹായ് പറയണ്ട മോളെ എന്നിന് അവളുടെ അടുത്തേക്ക് വന്ന് കിസ് ചെയ്യാൻ വേണ്ടി പോകും. അങ്ങനെ ഈ ഒരു സീനോടെയാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് എടുത്തിരുന്നത്. എങ്ങനെയാണ് ഗിന്നുവിന്റെ ദേഹത്ത് ആ പ്രേതം കയറിയെന്ന് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കണ്ടറിയാം. സോ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്തിട്ട് മറക്കാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്യുക. ഇനിയിപ്പോൾ നമ്മൾ അടുത്ത എപ്പിസോഡിൽ കാണാം.
a symbol. There's breakfast, lunch, and gin and juice, and that dinner just like this too.